നമ്മൾക്ക് എന്തോ കുറവുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്ന് പെട്ടു. കല്യാണം കഴിഞ്ഞപ്പോ ഒബ്വിയസ്ലി അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മൾ കരിയറിനോട് ഇങ്ങനെ അകന്നു പോകുന്നു എന്ന് നമുക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഞാൻ ATHൽ ജോയിൻ ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. ഇപ്പോഴും ഞാനത് ആലോചിക്കുമ്പോൾ ഞാൻ ഇമോഷണൽ ആവുകയാണ്. ഇന്നിപ്പോ ഞാൻ ഇവിടെ UAE എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. വൺ ഓഫ് ദ ടോപ്പസ്റ്റ് ഫ്ലീറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഞങ്ങളുടെ. ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനിയിൽ അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ്, അവർക്ക് ചിലപ്പോൾ എന്നെക്കാളും ഒരു 5 വർഷം കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും, കാരണം എനിക്ക് കരിയറിലേക്ക് വന്നതുകൊണ്ട്. പക്ഷെ അവരിപ്പോൾ ഏത് ലെവലിലാണോ അതിനേലും ടോപ്പ് മോസ്റ്റ് ലെവലിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ് എവ്രിവൺ. എൻ്റെ പേര് ഹുസ്ന. ഞാനിപ്പോൾ ഇവിടെ UAEയിലാണുള്ളത്. ഇവിടെ ദുബായിൽ എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ കമ്പനിയിൽ ബിസിനസ് എക്സലൻസ് ടീമിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ആയിട്ടുള്ളൊരു ബന്ധം പറയുന്നതിന് മുന്നേ എൻ്റെ ഒരു IT ജേർണി എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രീം ജോബിലേക്കുള്ള ജേർണി എന്താണെന്നുള്ളത് പറഞ്ഞു തുടങ്ങാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. +2 ഒക്കെ എത്തിയ സമയത്തൊക്കെയാണ് നമുക്ക് ഒരു ജോബ് വേണം, അല്ലെങ്കിൽ നമുക്കൊരു കരിയർ വേണം. എന്താണ് കരിയർ, എങ്ങനെയാണ് നമുക്ക് അതിലേക്ക് എത്തുക എന്നൊക്കെ ഉള്ള ഒരു ചിന്തയൊക്കെ വന്നു തുടങ്ങിയത്. കാരണം എൻ്റെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു മോഡറേറ്റ് ഫാമിലിയിൽ നിന്ന് വന്നതാണ്. ഫാദർ ഗൾഫിലായിരുന്നു, ഒരു സിസ്റ്ററാണുള്ളത്. നമുക്ക് ഫിനാൻഷ്യലി അവരെന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് നമുക്ക് തോന്നി തുടങ്ങി കുറച്ചും കൂടി വലുതായി വരുന്ന സമയത്ത്, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. അപ്പോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ IT ഫീൽഡിലേക്ക് വരുന്നത് തന്നെ IT ഫീൽഡിലുള്ള ആ ഒരു ഗ്ലാമർ കണ്ടിട്ടാണ്, ആ ഫീൽഡിന്റെ ഗ്ലാമറസ് ജോബ്. പിന്നെ പതിയെ പതിയെ അതെന്റെ പാഷനായിട്ട് മാറി. അതിനുശേഷം ലൈക്ക് BCA ചെയ്തു. BCA അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, നല്ല മാർക്കോടുകൂടി പാസ്സായി. മറ്റേ എൻട്രൻസ് എക്സാം എഴുതി MCA ജോയിൻ ചെയ്തു. അത് ആ സമയത്തും നമ്മളുടെ ഒരു ഡ്രീം ആൻഡ് പാഷൻ എന്ന് പറയുന്നത് അത് തന്നെ, IT ഇൻഡസ്ട്രിയിൽ ഒരു ഡെവലപ്പറായിട്ടോ അല്ലെങ്കിൽ പ്രൊജക്ട് ലീഡായിട്ടോ ഒക്കെ ജോയിൻ ചെയ്യണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് അതായതുകൊണ്ടും നമ്മൾ പഠിക്കുന്നതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയതുകൊണ്ടും നമ്മൾ ക്യാമ്പസ് സെലക്ഷന് കുറച്ച് ഇപ്പോൾ ഇൻഫോസിസിൽ നിന്നാണെങ്കിലും വിപ്രോ എന്നാണെങ്കിലും ഒക്കെ കുറെ പേര് നമ്മുടെ കോളേജിൽ വന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്തു. ചില സെലക്ഷന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് 10ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ +2 മുതൽ തന്നെ അവരുടെ മാർക്സ് എബവ് 60 അല്ലെങ്കിൽ 80% മാർക്കുള്ളവർ മാത്രമേ അവർ ഇന്റർവ്യൂവിന് പോലും അറ്റൻഡ് ചെയ്യിപ്പിക്കുള്ളൂ. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 10ലും +2നൊക്കെ ആ ഒരു മാർക്സ് കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്താ പറയാ, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ചിലത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ചിലത് എനിക്ക് അറ്റൻഡ് ചെയ്തത് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ജോബ് അവിടെ ഓപ്പണിംഗ് കിട്ടിയില്ല. അപ്പോ തന്നെ നമുക്ക് അവിടെ ഒരു ഡിപ്രഷൻ വന്നു. കാരണം കോളേജിൽ സത്യം പറഞ്ഞാൽ ഞാൻ ക്ലാസ് ടോപ്പർ ആയിരുന്നു. പക്ഷെ എന്നേലും മാർക്ക് കുറവുള്ള കുട്ടികൾക്കൊക്കെ നല്ല നല്ല കമ്പനിയിൽ ജോലി കിട്ടി. ഇൻഫോസിസിലാണെങ്കിലും വിപ്രോയിലാണെങ്കിലും ഒക്കെ അവർ ഹൈ എൻഡായിട്ട് ജോയിൻ ചെയ്തു. നമുക്ക് ഉള്ളിൽ തന്നെ നമുക്കൊരു എന്താ പറയാ, എല്ലാവർക്കും തോന്നുമല്ലോ നമ്മൾക്ക് എന്തോ കുറവുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്ന് പെട്ടു. അതിനുശേഷമാണ് പിന്നെ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് കല്യാണം കഴിയുകയും പിന്നെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും കൊണ്ട് പിന്നെയും നമ്മുടെ കരിയറിൽ ഗ്യാപ്പ് വരുവാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് അറിയാലോ, ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് ഇതാക്കുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ഫാമിലിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കരിയറിനോട് ഇങ്ങനെ അകന്നു പോകുന്നു എന്ന് നമുക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മൈൻഡിൽ തന്നെ നമുക്ക് അറിയാം ഇത് ശരിയല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീൽഡ്, നമ്മൾ വിചാരിച്ച ഡ്രീം ഇതല്ല, നമുക്ക് എത്തേണ്ടിയിരുന്ന സ്ഥലം ഇതല്ല. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളുടെ കയ്യിലല്ല ഇതൊന്നും. കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോകുന്നു. പതിയെ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു വരുന്നു. അല്ലെ, നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടായി കാണും ജീവിതത്തിൽ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കല്യാണം കഴിഞ്ഞ് ഇതേപോലെ ജോലി അന്വേഷിക്കുന്ന മിക്കവർക്കും ഉള്ളിൽ തന്നെ തോന്നുന്ന ഒരു സ്റ്റേജ് ആണ് ഇത്.
നമുക്ക് കോൺഫിഡൻസ് ഇല്ല. നമ്മൾ നിൽക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് IT ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ടെക്നോളജി ഫാസ്റ്റ് ആയിട്ട് ഇമ്പ്രൂവ് ആയി പോകുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, അതിലേക്ക് നമ്മൾ എത്തിപ്പെടുവോ? അതായത് പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നു, AI വന്നു, മറ്റത് മറിച്ചത് ഇപ്പൊ ഇഷ്ടം പോലെ പുതിയ ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. നമ്മൾ അതിനെ കോപ്പപ്പ് ചെയ്ത് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുമോ? നമ്മൾ പഠിച്ച ഫീൽഡ് തന്നെയാണോ ഇപ്പോഴത്തെ IT ഫീൽഡ് എന്നുള്ളത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. പതിയെ നമ്മൾ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകും, അല്ലെ? ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മളെ ഒരു എന്താ പറയാ ഡിപ്രസ്ഡ് ആക്കും. ശരിക്കും നമ്മുടെ കയ്യിലല്ല കാര്യങ്ങൾ എന്നുള്ള ഒരു തോന്നൽ വരും. അപ്പൊ ആ ഒരു സ്റ്റേജിൽ കൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ വേറൊരു കേസ് ഉണ്ട്. ഇവിടെ വേറൊരു ഇതെന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് നാള് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന കഴിയുമ്പോൾ അത് നമ്മുടെ കംഫർട്ട് സോൺ ആവും. നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം ആഗ്രഹിച്ചിരുന്നെങ്കിലും ഒരു വർഷം 2 വർഷം നമ്മൾ അതിൽ അങ്ങനെ ജീവിച്ചു വന്നു കഴിയുമ്പോൾ പിന്നെ അത് നമ്മുടെ കംഫർട്ട് സോൺ ആയി. പിന്നെ അതിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് തീരെയും പറ്റാത്തൊരു സ്റ്റേജ് വരും. അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്ന ആ ഒരു സ്റ്റേജാണ് നമ്മളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കല്യാണം കഴിഞ്ഞ ഒരു 2-3 വർഷം എന്താവും എൻ്റെ സ്റ്റേജ്, എന്താവും എനിക്ക് എന്ന് അറിയാൻ പറ്റാത്തൊരു സ്റ്റേജിൽ ഡിപ്രഷൻ മോഡിലേക്കും അല്ലെങ്കിൽ ലോവർ കോൺഫിഡൻസ് ലെവൽ ഇല്ലാത്തതിലേക്കും, ഈവൻ നമുക്ക് ഒറ്റയ്ക്കൊന്ന് പുറത്തേക്ക് പോകാൻ വരെ പേടി. തൃശ്ശൂർ ആലുവയിലേക്ക് എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വരെ എനിക്ക് പേടി. അങ്ങനെയുള്ളൊരു സ്റ്റേജിലായി. അതായത് നമ്മൾ ആരെങ്കിലും കൊണ്ടുവരുന്നു, അപ്പൊ അതിൽ കംഫർട്ട് സോണിൽ നമ്മൾ ഇൻവോൾവ് ആയിപ്പോയി. അതിനെ പിന്നെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അത് റിയലി ഭയങ്കര ഒരു ടഫസ്റ്റ് മൊമെന്റ് ആണ്. അപ്പോൾ ആ സ്റ്റേജ് നമ്മൾ മറികടക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അവിടെ നിന്നാണ് നമ്മളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഞാൻ ATRICHൽ ജോയിൻ ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയിരുന്നു എനിക്ക്. ATRICHൽ വന്ന് അവിടെ എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട്, അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ATRICHൽ നിന്ന് ഇങ്ങോട്ട് UAEക്ക് വരുന്ന സമയത്ത് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് പോരുമ്പോൾ ലാസ്റ്റ് ഡേ എനിക്കൊരു CF പാർട്ടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. ഇപ്പോഴും ഞാനത് ആലോചിക്കുമ്പോൾ ഞാൻ ഇമോഷണൽ ആവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിർമ്മൽ സാറിനൊക്കെ അറിയാം, എൻ്റെ കരിയറിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് അത് ATRICHൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കാരണമാണ്. ഇന്നിപ്പോ ഞാൻ ഇവിടെ UAEയിൽ എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. വൺ ഓഫ് ദ ടോപ്പസ്റ്റ് ഫ്ലീറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഞങ്ങളുടെ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനിയിൽ അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ്, അവർക്ക് ചിലപ്പോൾ എന്നെക്കാളും ഒരു 5 വർഷം കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും, കാരണം എനിക്ക് കരിയർ ബ്രേക്ക് വന്നതുകൊണ്ട്. പക്ഷെ അവരിപ്പോ ഏത് ലെവലിലാണോ അതിനേലും ടോപ്പ് മോസ്റ്റ് ലെവലിലാണ് ഞാനിപ്പോ ജീവിക്കുന്നത്. അതാണ് എനിക്ക് ATRICHൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ATRICHൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് തിയറി അല്ല, തിയറി നമ്മൾ ഓൾറെഡി നമ്മൾ സ്കൂളിലും കോളേജിലും ഇഷ്ടം പോലെ നമ്മൾ തിയറികൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാക്ടിക്കൽ നോളജാണ് വേണ്ടത്. നമുക്കൊരു ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റണം, എങ്ങനെ പഠിക്കാൻ പറ്റണം, എന്ത് പറയാൻ പറ്റണം, അല്ലെങ്കിൽ ഏത് മെത്തഡോളജി ഫോളോ ചെയ്യണം, ഏത് ഒരു ക്ലയന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ കുറച്ച് പ്രോജക്ട്സ് കോർഡിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡെവലപ്മെന്റിൽ നമുക്ക് എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ്. നമ്മൾ പഠിക്കുന്നുണ്ടാവും ഡെവലപ്മെന്റിൽ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. എങ്ങനെ ചെയ്താലും ഡെവലപ്മെന്റ് ആണ്, അല്ലെ? എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ അതിലെ ബെസ്റ്റ് മെത്തേഡ്സ് എന്താണ്, ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഒരു കോഡ് എങ്ങനെ എഴുതാം, ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ATRICHൽ നിന്നാണ്. ATRICHൽ നിന്ന് ഇപ്പോൾ അജൈൽ മെത്തഡോളജി ആണെങ്കിലും, ഞാൻ ATRICHൽ ഒരു 10-12 വർഷം മുന്നേ ആണ് ഞാൻ ATRICHൽ പഠിച്ചിറങ്ങിയത്. ആ സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ അജൈൽ മെത്തഡോളജി വെച്ചിട്ട് നമ്മൾ പ്രൊജക്ട് കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്യാനായിട്ടൊക്കെ ചെയ്തിരുന്നു. ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അജൈലൊക്കെ ആൾക്കാർ കേട്ട് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ എനിക്കുള്ള പ്രാക്ടീസും കാര്യങ്ങളും എവിടെ നിന്നാണ്? ATRICHൽ നിന്നാണ്. ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ പ്രൊജക്ട്സ് മാനേജ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ ഉള്ള UAE എന്ന് പറയുമ്പോൾ പല നാഷണാലിറ്റീസ് ഉണ്ട്. UAE നാഷണാലിറ്റീസ് മാത്രമല്ല, പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ജോർഡാനിൽ നിന്നുള്ളവരുണ്ട്, UK എന്നുള്ളവരുണ്ട്, പല പല ഇന്ത്യൻസ് ഉണ്ട്, പല ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രൊജക്ട് റൺ ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത് എവിടുന്നാ? അതെല്ലാം ഏട്രിച്ചിന്റെ ഒരു എന്താ പറയാ സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. ഏട്രിച്ചിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. അന്നേ നമ്മൾ ഇപ്പൊ ഞാൻ എന്നിട്ട് എന്റെ പഴയ ഫോട്ടോസും ഇതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. സ്ക്രം ബോർഡിന്റെയും നമ്മൾ റിട്രോസ്പെക്റ്റീവ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് എന്റെ ഡയറക്ടർക്ക് കാണിച്ചു കൊടുത്തു. സാർ, ഇത് ഞങ്ങളൊരു 10-12 വർഷം മുന്നേ ഇവിടുത്തെ ലെവലിൽ നിന്ന് ഇവർക്ക് നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഒരു കൊച്ചു കേരളം എന്ന് പറയുന്ന ഒരു നാട്ടില് തൃശ്ശൂർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ കൊച്ചു കമ്പനിയാണ് ഏറ്റിച്ച്. അവർക്ക് അത് ചെയ്യാൻ അന്ന് ഒരു 10 വർഷം മുന്നേ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ UAE ഇപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കണം. UAE ഇത്ര ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള നിൽക്കുന്ന ഇവിടുത്തെ ഫെഡറൽ ഗവൺമെന്റ് അണ്ടറിലുള്ള കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനി. ഇവർക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള ഒറ്റ എക്സ്പീരിയൻസിന്റെയും കോൺഫിഡൻസിന്റെയും പേരിലാണ്. പിന്നെ പ്രൊജക്ട് കോർഡിനേഷന് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട്. അപ്പോൾ ക്ലയന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻ, എങ്ങനെ നമുക്ക് ക്ലയൻസിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, ഏത് രീതിയിലാണ് നമ്മൾ റിക്വയർമെന്റ്സ് ക്യാപ്ചർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഒരു ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക സെൽഫ് ട്രെയിൻഡ് ആയിട്ട് വരാനായിട്ടുള്ള ആ ഒരു മെന്ററിങ് സപ്പോർട്ട് ഷമീർ സാറിന്റെ അടുത്തു നിന്നാണെങ്കിലും നിർമ്മൽ സാറിന്റെ അടുത്തു നിന്നാണെങ്കിലും അതൊക്കെ നമുക്ക് എന്താ പറയാ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്കുള്ളത് കൊണ്ടാണ് നമുക്കും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. നമ്മൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു ലെവലിൽ എനിക്ക് വർക്ക് ചെയ്യാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എനിക്ക് എൻ്റെ ഫാമിലിക്ക് ചെയ്യാൻ പറ്റണതും എനിക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിലും ഒരാളോടും ചോദിക്കാതെ അല്ലേ, അത് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് നമ്മളെല്ലാവരും. ഇപ്പൊ കുറെ പേര് ഞാൻ ഇതിനകത്ത് കണ്ടു ആഗ്രഹിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവുക, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവുക, നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അല്ലെ. അവര് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഒരു സപ്പോർട്ട് ചോദിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേജ് വരിക. ഇതൊക്കെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പൊ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എനിക്കിപ്പോ ശരിക്കും എൻ്റെ ഫ്രണ്ട്സ് അന്ന് ക്യാമ്പസ് സെലക്ഷനിൽ എനിക്കത് കിട്ടാതെ പോയതിൽ ഞാനിപ്പോ സന്തോഷിക്കുവാണ്. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോഴും പലരും എന്നെ വിളിക്കുമ്പോൾ എന്നോട് പറയും, ഹുസ്ന UAE എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, അതിന്റെ കമ്പനിയിൽ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം അവരുടെ ഗ്രോത്തിനേലും ഞാനിപ്പോ ഒരു ഡബിൾ ലെവൽ ഗ്രോത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഇൻഡിപെൻഡൻസ് ഞാനിപ്പോ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഏട്രിച്ചിന്റെ അമേസിംഗ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അത് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുവാണ്. ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ ആ ഒരു സപ്പോർട്ടും ആ ഒരു കെയറും ഒരു അലൂമിനി എന്നുള്ള നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അത് ഏട്രിച്ചിന്ന് ഇനിയും ഉണ്ടാവട്ടെ. നിങ്ങൾക്കും ഇതുപോലുള്ള ഒരു കരിയർ സ്വപ്നം കാണുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. That's it. Thank you.